ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡ് റോൾ തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ സ്നാക്കാണിത്. ഇത് നമുക്ക് റമദാനിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഐറ്റമാണ്. ഇതിനു വേണ്ടി നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം. ബീഫ് വെച്ചോ ചിക്കൻ വെച്ചോ നമുക്ക് ഈ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ബീഫ് മസാല കൊണ്ടാണ്. ബീഫ് മസാല വെച്ച് ചെയ്യുന്ന ഒരുപാട് സ്നാക്ക് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതിൽ നോക്കി നമുക്ക് ബീഫ് മസാല തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ആരംഭിക്കാം. ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് സ്ലൈസസ് എടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എത്ര ബ്രെഡ് റോൾ വേണോ അത്രത്തോളം ബ്രെഡ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സൈഡ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു മുട്ട നന്നായി സ്പൂൺ ഉപയോഗിച്ചൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു പാത്രത്തിൽ നമുക്ക് ഒരല്പം വെള്ളം എടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ രണ്ട് സൈഡും ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കാം. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് അല്പം ഒന്ന് പരത്തിയെടുക്കാം. നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഇതിൻ്റെ സൈഡിലോട്ടായി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ നല്ലവണ്ണം നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡ് റോൾസും തയ്യാറാക്കിയെടുക്കാം. ഓരോന്നെടുത്ത് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി നമുക്ക് ഫില്ലിംഗ് വെച്ച് മുട്ട കൊണ്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡ് റോൾസും തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സൈഡ് കൊണ്ട്, അതായത് ബ്രെഡ് ക്രംസ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡ് റോൾസും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായാൽ ഇതിലേക്ക് നമുക്ക് ഓരോ റോൾസും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇരുവശവും ഒരേപോലെ ഫ്രൈ ആയി കിട്ടണം. ഇടയ്ക്കൊന്ന് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ സൂക്ഷിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ ബ്രെഡ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് മാറ്റാം. ഒരുപാട് സമയം ഒരു വശം തന്നെ കുക്ക് ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ നമുക്ക് കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് റോൾസ് തയ്യാറായിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് റോൾസും ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് വശവും ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്ക് ഇതും എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ബ്രെഡ് റോൾസും തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.